യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 22, 21, 24, 25 ഈ വാക്യങ്ങളിൽ 26 ഈ വാക്യങ്ങളെ വായിക്കുന്നെങ്കിലും അതിന് ഒരു സെപ്പറേറ്റ് ഒരു വിഷയം മാത്രം പ്രസംഗിക്കാനും താല്പര്യപ്പെടും. അനന്തരം യെരൂശലേമിൽ പ്രതിഷ്ഠ ഉത്സവം ആചരിച്ചു. അന്ന് ശീതകാലമായിരുന്നു. യേശു ദേവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു. യഹൂദന്മാർ അവനെ വളഞ്ഞു, നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു? നീ ക്രിസ്തു എങ്കിൽ സ്പഷ്ടമായി പറഹ എന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ല, ആകയാൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. 27-ാം വാക്യം, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അറിയുകയും ചെയ്യുന്നു. ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. 28 വരെയുള്ള വാക്യം. ഇതിലെല്ലാ വാക്യങ്ങളെയും വായിച്ച് ഉദ്ധരിക്കുവാനും പ്രസംഗിക്കുവാനുള്ള സമയമില്ല. നമുക്ക് സ്തോത്രം, ഇന്ന് പകൽക്കാലം 25-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യേശു അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. അപ്പോൾ നസറനായ യേശു ഈ ഭൂമിയിൽ മനുഷ്യപുത്രനായിരിക്കുമ്പോൾ തൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് താൻ തന്നെ സാക്ഷ്യം പറയുന്നത് പിതാവിൻ്റെ പേരിലാണ്. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എൻ്റെ പിതാവിൻ്റെ പേരിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. അപ്പോൾ നമ്മുടെ സ്ഥാനം വഹിച്ച് നമ്മുടെ സ്ഥാനാധിപതിയായ നസറനായ യേശു ഈ ഭൂമിയിൽ മറിയുടെ ഗർഭപാത്രം മുതൽ ക്രൂശുമരണം വരെയും ക്രൂശുമരണത്തിന് ശേഷം അടക്കം ഉയർപ്പ് നടക്കുകയും ഉയർത്തെഴുന്നതിന് ശേഷം ഇപ്പോൾ മഹത്വത്തിൻ്റെ വലതുവശത്ത് നമുക്ക് വേണ്ടി പക്ഷപാതകം ചെയ്യുകയും ചെയ്യുന്നു. ഒരേ ദൈവത്തിൻ്റെ ഒരേ കർത്താവിൻ്റെ രണ്ട് ശുശ്രൂഷ. ഒന്ന്, മറിയയുടെ ഗർഭപാത്രം മുതൽ ക്രൂശുമരണം വരെയും ശേഷം മരണം, അടക്കം, ഉയർപ്പ്. ഉയർപ്പിന് ശേഷം മഹത്വത്തിൻ്റെ വലതുവശത്ത് ഇരുന്ന് പക്ഷപാതം ചെയ്യുന്നതുമായ കർത്താവിൻ്റെ ശുശ്രൂഷ. അതായത് ഒന്ന്, സർവ്വലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരമായിട്ടാണ് കർത്താവ് ഈ ഭൂമിയിൽ മറിയത്തിൻ്റെ ഗർഭപാത്രം മുതൽ ക്രൂശും മരണം വരെയും, മരണം, അടക്കം, ഉയർപ്പ് വരെയുള്ള പീരീഡ് കർത്താവ് ഉപയോഗിച്ചത്. എന്നാൽ ഇന്ന് കർത്താവിൻ്റെ കൃപായുഗത്തിൽ വിശുദ്ധ സഭയ്ക്ക് വേണ്ടി മാത്രം പക്ഷപാതം ചെയ്തുകൊണ്ട് ദൈവമഹത്വത്തിൻ്റെ വലതുവശത്തിരിക്കുന്നു. ദൈവമഹത്വത്തിൻ്റെ വലതുവശം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അധികാരത്തെ കാണിക്കുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവ് ഇരിക്കുന്നതിൻ്റെ വലതുവശത്ത് വേറൊരു ദൈവം ഇരിക്കുന്നു എന്നല്ല. സർവസമ്പന്നനായ ദൈവം, സർവവല്ലഭനായ ദൈവം തൻ്റെ അധികാരത്തോടുകൂടി, സർവ അധികാരത്തോടുകൂടി ദൈവമഹത്വത്തിൻ്റെ വലതുവശത്തിരിക്കുന്നു. വലതുവശം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സർവ അധികാരത്തെ കാണിക്കുന്നു. ഈ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല അധികാരവും, സ്തോത്രം, ഈ അധികാരമെല്ലാം മഹത്വത്തിൻ്റെ വലതുവശത്ത് ഇരുന്നു കൊണ്ട് ദൈവസഭയ്ക്ക് വേണ്ടി അവിടെ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അവനിലൂടെ ദൈവം, സ്തോത്രം, ദൈവസഭയ്ക്ക് സർവ അധികാരവും പകരുന്നു. എങ്ങനെ? ഇവിടെ ഉച്ചരിച്ച പേരിനാൽ, എൻ്റെ പിതാവിൻ്റെ പേരിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ. ഇപ്പോൾ കർത്താവാകുന്ന യേശു
ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചിട്ട് അല്ലെങ്കിൽ മനുഷ്യനായി വെളിപ്പെട്ടതിന് ശേഷം അത് മറിയം പ്രസവിച്ച കുഞ്ഞിന് അവർ സ്തോത്രം യോസഫും മറിയവും കൂടെ ചേർന്നവർ യേശു എന്ന് പേരിട്ടു. ഈ പേരിന്റെ ഉടമസ്ഥൻ നസറത്ത് എന്ന ദേശത്ത് പോയി പാർത്തു. അങ്ങനെ നസറനായ യേശുവായി. ഈ നസറനായ യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന് സ്തോത്രം തൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ താൻ ചെയ്യുന്നത് താൻ തന്നെ സാക്ഷ്യം പറയുകയാണ്. കർത്താവ് തന്നെ സാക്ഷ്യം പറയുകയാണ്, ഞാൻ ചെയ്യുന്നത് എൻ്റെ പിതാവിൻ്റെ പേരിലാണ്. ഹല്ലേലൂയ. അപ്പം ഈ ഭൂമിയിൽ കർത്താവാകുന്ന ദൈവം സ്തോത്രം നമ്മുടെ കർത്താവായ യേശു സ്തോത്രം ഏകദേശം 30-ാം വയസ്സ് മുതൽ യോർദാനിൽ സ്നാനപ്പെട്ട് യോഹന്നാന്റെ കരങ്ങളാൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാ പൂർണ്ണനായി ശേഷം ക്രൂശ് മരണം വരെയും ഉയർപ്പ് വരെയുള്ള ഈ പീരീഡിൽ താൻ ചെയ്തതെല്ലാം, അല്ലെങ്കിൽ ക്രൂശ് മരണം വരെ താൻ ചെയ്തതെല്ലാം പിതാവിൻ്റെ പേരിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് ചെയ്തത്. തൻ്റെ പേരിൻ്റെ മഹത്വത്തിന് വേണ്ടിയല്ല താൻ ചെയ്തത്, പിതാവിൻ്റെ പേരിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ പേരിൽ ചെയ്യുന്നു. ഞാൻ ചെയ്താലും ഞാൻ എന്ത് ചെയ്യുന്നു? സ്തോത്രം, ഞാൻ എൻ്റെ പിതാവിൻ്റെ പേരിൽ ചെയ്യുന്നു. സ്തോത്രം. അപ്പം പിതാവിൻ്റെ പേരിൽ ചെയ്യുന്ന യേശുവിൻ്റെ പ്രവൃത്തി അത് യേശുവിന് തന്നെ സാക്ഷ്യമാണ്. ഇന്നും എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ സ്ഥാനാധിപതിയായ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നതും എന്താണ്? നമ്മൾ നമ്മുടെ പിതാവിൻ്റെ പേരിൽ ചെയ്യണം. നമ്മൾ പിതാവിൻ്റെ പേരിൽ ചെയ്യുന്ന പ്രവൃത്തികൾ യേശുക്രിസ്തുവിൽ ചെയ്യുമ്പോൾ അത് നമ്മുടെ പേര് നമ്മളെക്കുറിച്ച് പിതാവിൻ്റെ സന്നിധിയിലുള്ള സാക്ഷ്യമാണ്. നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ പ്രവൃത്തികളും പിതാവിൻ്റെ പേരിലാണ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ പ്രവൃത്തികൾ പിതാവിൻ്റെ സന്നിധിയിലും ഭൂമിയിലും ഒരു സാക്ഷ്യമാണ്. ആരുടെ പേരിൽ? പിതാവിൻ്റെ പേരിൽ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, പിതാവിൻ്റെ പേരെന്താണെന്ന് അറിയണ്ടയോ? സ്തോത്രം. പിതാവിൻ്റെ പേര് ഏതാണെന്ന് അറിഞ്ഞില്ല എങ്കിൽ പിതാവിൻ്റെ പേരിൽ നമുക്ക് പ്രവർത്തിക്കാൻ എങ്ങനെ പറ്റും? സ്തോത്രം. കർത്താവാകുന്ന യേശു പരസ്യ ശുശ്രൂഷ സമയത്ത് യഹൂദൻ ഈ കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിൻ്റെ അരികെ ചെന്നിട്ട് പറഞ്ഞു, കർത്താവെ, നിങ്ങളിന്ന് പ്രാർത്ഥന പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അപ്പം കർത്താവ് അവരോട് പറഞ്ഞു, ശിഷ്യന്മാർ കർത്താവോട് പറഞ്ഞു, യോഹന്നാന്റെ ശിഷ്യന്മാർ സ്തോത്രം അവരെ പ്രാർത്ഥന പഠിപ്പിച്ചതുപോലെ കർത്താവേ, അങ്ങ് ഞങ്ങളെയും എന്ത് ചെയ്യണം? പ്രാർത്ഥന പഠിപ്പിക്കണമേ എന്ന് അപേക്ഷിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, കർത്താവ് അവരോട് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ഭൂമിയിൽ വിശുദ്ധീകരിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 9 മുതൽ വായിക്കുമ്പോൾ, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അപ്പം നമ്മുടെ പ്രാർത്ഥനയുടെ, നമ്മുടെ പ്രയത്നങ്ങളുടെ എല്ലാം ഒരു പ്രധാന അതിൻ്റെ തീം കർത്താവാകുന്ന ദൈവം പറയുകയാണ്. സ്തോത്രം. പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, അങ്ങയുടെ പേര് വിശുദ്ധീകരിക്കണമേ. ഇപ്പോൾ കർത്താവാകുന്ന ദൈവം തൻ്റെ ശിഷ്യന്മാർ മുഖാന്തരമായിട്ട് ഈ ഭൂമിയിൽ ചെയ്യാനിരിക്കുന്ന ദൈവിക ഉദ്ദേശം എന്ന് പറയുന്നത്, അതാകുന്നു ആ പ്രാർത്ഥനയുടെ
തുഹ, ഇവണ്ണം ഇവണ്ണം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥന. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് പിതാവിന് മഹത്വം കൊടുത്ത് വേണം പ്രാർത്ഥിക്കുവാൻ. രണ്ടാമത് പിതാവിനോട് അപേക്ഷിക്കണം, പിതാവേ നിന്റെ പേര് ഭൂമിയിൽ എന്ത് ചെയ്യണം? വിശുദ്ധീകരിക്കണമേ. അപ്പം ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പൂർണ്ണമായ ഹിതം എന്ന് പറയുന്നത് സ്വർഗസ്വനായ പിതാവിൻ്റെ പേര് വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. സ്വർഗസ്വനായ പിതാവിൻ്റെ പേര് വിശുദ്ധീകരിക്കുക എന്നുള്ള ദൈവഹിതത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിപ്പാനാണ് നസറനായ യേശുവിനെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത്. അപ്പം നസറനായ യേശുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ ദൈവിക ഉദ്ദേശം എന്താണ്? പരിശുദ്ധനായ പിതാവിൻ്റെ പേരിനെ വിശുദ്ധീകരിക്കുക. അപ്പം പരിശുദ്ധ പിതാവിൻ്റെ പേരിനെ വിശുദ്ധീകരിക്കണം എന്നുള്ള ദൗത്യത്തോടുകൂടി കർത്താവിനെ ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചപ്പോൾ, സ്തോത്രം, അതിൻ്റെ മറു സൈഡിൽ ഒരു 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 ഭാഗം, ഒരർത്ഥം കിടക്കുന്നു, ഒരു അർത്ഥം കിടക്കുന്നു. എന്താണ്? നസറനായ യേശു പിതാവിൻ്റെ പേരിന് ഭൂമിയിൽ എന്തോ അശുദ്ധി സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ വിശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്വർഗസ്വനായ പിതാവിൻ്റെ പേരിനെ വിശുദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ പേരിൽ എന്തോ അശുദ്ധി സംഭവിച്ചു. അപ്പോൾ പേരിൽ അശുദ്ധി സംഭവിച്ചത് എവിടെ, എപ്പോൾ? സ്തോത്രം, നമ്മൾ ഏദേനിലേക്ക് പോകുമ്പോൾ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്തു. അവൻ പാപം ചെയ്തപ്പോൾ സാക്ഷാൽ ദൈവമായ കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ടാണ് അവൻ മരണത്തിലേക്ക് സ്വീകരിച്ചത്. അതായത് സ്തോത്രം, ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് സ്തോത്രം അവൻ മരണം സ്വീകരിച്ചു. മരണം എന്ന് പറഞ്ഞാൽ പിശാച്. മരണം എന്ന വാക്കിൻ്റെ അർത്ഥം വേർപാടുന്ന. അപ്പം ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ടാണ് അവർ ദൈവത്തിൽ നിന്ന് വേർപെട്ടത്, അതായത് മരിച്ചത്. അങ്ങനെയെങ്കിൽ സ്തോത്രം, ഈ തള്ളിപ്പറഞ്ഞ് അവർ തള്ളിപ്പറഞ്ഞിട്ട് മരണം സ്വീകരിച്ചതുകൊണ്ട് മനുഷ്യൻ മരിച്ചു. മനുഷ്യൻ മുഖാന്തരം ഭൂമിയിലും കർത്താവിൻ്റെ പേര് അശുദ്ധമായി. ഹല്ലേലൂയ. ഇതിനെ വീണ്ടും വിശുദ്ധീകരിക്കുവാനാണ് ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി തീർന്നത്. ഹല്ലേലൂയ. അതിന് തിരുവെഴുത്തിൽ എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു തെളിവ് പറയാനില്ല. എങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു തെളിവ് തരാം. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയും, ദൈവം അവനെ മരിച്ചവിടുന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും വേണം എന്നെഴുതിയിരിക്കുന്നു. അപ്പോൾ അതിന് 9-ാം വാക്യത്തിൽ സ്തോത്രം, മനുഷ്യവർഗത്തോട് അല്ലെങ്കിൽ ആധുനിക തലമുറയോട് ദൈവം രക്ഷയ്ക്കായി നിയമം വെച്ചപ്പോൾ യേശു എന്ന പേരിനെ ഏറ്റു പറയുമ്പോഴാണ് എന്ത് ലഭിക്കുന്നത്? രക്ഷ ലഭിക്കുന്നത്. സ്തോത്രം. ഇവിടെ എന്താ തിരുവെഴുത്ത് എഴുതിയിരിക്കുന്നത്? യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുമ്പോൾ. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയണമെന്നൊരു നിയമം, കൊണ്ട് തന്നെ ഏറ്റു പറയണമെന്നൊരു നിയമം വെച്ചത് എന്തുകൊണ്ടാണ്? സ്തോത്രം. അതിൻ്റെ മറുസൈഡ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏദേനിൽ വെച്ച് ആദ്യ മനുഷ്യനും ഭാര്യയും അവനെ സൃഷ്ടിച്ച അവൻ്റെ ദൈവത്തെ ഉപേക്ഷിച്ചു, തള്ളിപ്പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയത്, ദൈവത്തിൽ നിന്ന് മരിച്ചു പോയത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം അവൻ്റെ തലമുറയ്ക്ക് സ്തോത്രം വീണ്ടും ജീവൻ പ്രാപിക്കേണ്ടതിന്, അതായത് വീണ്ടും ജനിക്കേണ്ടതിന് ദൈവം നിയമം വെച്ചു. സ്തോത്രം. ഏത് അധരങ്ങൾ കൊണ്ടാണോ യേശു എന്ന പേരിനെ തള്ളിപ്പറഞ്ഞ് മരണം സ്വീകരിച്ചത്, അതായത് ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയത്, അതേ പേരിനെ ഏറ്റുപറഞ്ഞ് നീ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ ജീവൻ പ്രാപിക്കുക. ഇതിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം ഈ ഭൂമിയിൽ സ്തോത്രം, പിതാവിൻ്റെ പേര് മഹത്വപ്പെടണമെന്നുണ്ടെങ്കിൽ പിതാവിൻ്റെ പേര് എന്നെ ഏറ്റുപറയണം. ഇത് പിതാവിൻ്റെ പേരാണെന്ന് ഉള്ളതിന് തെളിവ് പിന്നെ പറഞ്ഞു തരാം. സ്തോത്രം. അപ്പം പിതാവിൻ്റെ പേരിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്
അവൻ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി തീർന്നത്. അപ്പം നമ്മൾ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ പറയുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിക്കണം, വിവരണം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ പേര് ഭൂമിയിൽ വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ദൈവ ഇഷ്ടമായി തീരുന്നത് എന്താണ്? അതിൻ്റെ അർത്ഥം സ്തോത്രം, ദൈവ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ അല്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലായിരുന്നെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിൽ പോലെ ഭൂമിയിലാക്കേണ്ട ആവശ്യമില്ലല്ലോ. ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തെ പോലെ തന്നെ ഭൂമിയിലായിരുന്നെങ്കിൽ പിന്നെയും സ്തോത്രം, സ്വർഗം പോലെ ഭൂമിയെ വിശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം, ആമേൻ. അതല്ലാതായി തീർന്നു. ആര് മുഖാന്തരം? ആദ്യ മനുഷ്യനും ഭാര്യയും മുഖാന്തരം ദൈവത്തിൻ്റെ സന്നിധി, ദൈവത്തിൻ്റെ സ്വർഗം പോലെ ആയിരുന്ന ഭൂമിയെ, സ്തോത്രം, ഈ മനുഷ്യൻ മുഖാന്തരം എന്ത് ചെയ്തു? അവൻ സ്വർഗത്തിൻ്റെ ഹിതപ്രകാരം, വിശുദ്ധിയുടെ പൂർണ്ണത പ്രകാരം അല്ലാത്ത ഒരു തലത്തിലേക്ക് മനുഷ്യൻ്റെ പ്രവൃത്തിയാലായിപ്പോയി. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിന്നാൽ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. 3-ാം അധ്യായം നമ്മൾ 33 പഠിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിന്നാൽ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ഈ ശാപം വിമുക്ത പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? അവൻ സ്വർഗത്തിലെ പോലെ അവൻ ഭൂമിയിലും പിതാവിൻ്റെ പേര് വിശുദ്ധമാകണം. അതിനു വേണ്ടിയാണ് ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി തീർന്നത്. അപ്പം ദൈവം ഭൂമിയിൽ മനുഷ്യനായി തീർന്നത് ദൈവത്തിനു വേണ്ടിയാണ്. ദൈവം പ്രവർത്തിക്കുന്നതെല്ലാം ദൈവത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നാം ദൈവത്തിൻ്റെ ഭാഗത്ത് വരുമ്പോഴാണ് ദൈവപ്രവൃത്തി നമുക്ക് അനുകൂലമാകുന്നത്. നാം ദൈവഭാഗത്തു നിന്ന് അകന്നു നിൽക്കുമ്പോൾ ദൈവപ്രവൃത്തികൾ നമുക്ക് അനുകൂലമാകാതെ പ്രതികൂലമാകുന്നു. എന്നാൽ ദൈവം പ്രവർത്തിക്കുന്നത് ദൈവത്തിന് വേണ്ടി മാത്രമാണ്. ദൈവം എന്ത് ചെയ്താലും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ആമേൻ, സ്തോത്രം. മനുഷ്യനെ നിർമ്മിക്കുന്നതിന് മുമ്പും മനുഷ്യനെ നിർമ്മിച്ചതിന് ശേഷവും സ്തോത്രം, ദൈവം പ്രവർത്തിച്ചിട്ടുള്ളതെല്ലാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. നാം ദൈവപക്ഷത്തായി തീരുമ്പോൾ ദൈവപ്രവൃത്തി നമുക്ക് അനുകൂലമായി തീർന്നു, നമുക്ക് നന്മയ്ക്കായി തീരുന്നു, നമുക്കത് അനുഗ്രഹമായി തീരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമുക്ക് അനുകൂലമായി തീരേണ്ടതിന് നാം ദൈവഭാഗത്തേക്ക് മടങ്ങി വരിക. നാം ദൈവഭാഗത്തല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവഭാഗത്തേക്ക് വരിക. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും ഞാൻ ദൈവഭാഗത്ത് തന്നെയാണെന്ന്. സ്തോത്രം, ആമേൻ. അത് അങ്ങനെയാണ്, ഞാൻ ദൈവഭാഗത്താകുന്നു എന്ന് എൻ്റെ തോന്നലല്ല എന്നെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ടത്. തിരുവെഴുത്ത് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയണം. സ്തോത്രം, ഞാൻ ദൈവഭാഗത്ത് തന്നെയാണ്. അങ്ങനെ തിരുവെഴുത്ത് മുഖാന്തരം, തിരുവെഴുത്ത് കർത്താവിൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമായിരിക്കുന്ന സ്തോത്രം അപ്പോസ്തോലിക ഉപദേശങ്ങൾ നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയണം. യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ ഇരുന്നു കൊണ്ട് നമ്മളോട് സാക്ഷ്യം പറയണം, നാം ദൈവപക്ഷത്ത് തന്നെയാണ് തിരുവെഴുത്തും പ്രകാരം എന്ന് സാക്ഷ്യം പറയുന്നെങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തിൻ്റെ പക്ഷക്കാരനായി തീരുകയുള്ളൂ. ദൈവത്തിൻ്റെ പക്ഷക്കാർക്ക് മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തി അനുകൂലമുള്ളൂ. ഞാൻ അവിടുത്തെ എടുത്ത് നിങ്ങളോട് ഒന്നുകൂടെ പറയുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് അനുകൂലമായി തീരണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ഭാഗത്ത് വരണം. ദൈവഭാഗത്ത് വരാതെ ഇരുന്നാൽ ദൂരെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവപ്രവൃത്തി അനുകൂലമല്ല, അത് പ്രതികൂലമാണ്. സ്തോത്രം. ഇന്നും എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, സ്തോത്രം, ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ അനുകൂലമായി തീരേണ്ടതിന് നിനക്ക് ദൈവം അപ്പോസ്തലന്മാർ മുഖാന്തരം നൽകിയിരിക്കുന്ന ദൈവിക ഉപദേശത്തിൽ തന്നെ ആയിരിക്കണം നിന്റെ അടിസ്ഥാനം. സ്തോത്രം. അങ്ങനെ അങ്ങനെ അടിസ്ഥാനമിട്ട് ദൈവഹിത പ്രകാരം ദൈവ പൈതലേ താങ്കൾ പ്രവർത്തിക്കുന്നെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ പ്രവൃത്തി ദൈവത്തിന് അനുകൂലമാണ്. ദൈവത്തിന് അനുകൂലമെങ്കിൽ ദൈവികമായ പ്രവൃത്തി നിനക്കും അനുകൂലമായിരിക്കും. അങ്ങനെ നീ നാൾക്ക് നാൾ അനുഗ്രഹം പ്രാപിച്ച് കർത്താവാകുന്ന ദൈവത്താൽ അനുഗ്രഹീതരായി തീരും. നമ്മൾ പറഞ്ഞു തന്നൊരു സാരാംശം, ആദ്യം മനുഷ്യനായ സ്തോത്രം, ആ മനുഷ്യൻ ആദമെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലോ 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലോ ഇങ്ങനെ 2-ാം വാക്യത്തിലോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവരെ ദൈവം ആദം എന്ന് വിളിച്ചു എന്ന്. അങ്ങനെയെങ്കിൽ ആദം എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, അതൊരു വ്യക്തി സമൂഹമാണ്. അതിൻ്റെ 5-ാം വാക്യമാണ്. സ്തോത്രം. ആദമിൻ്റെ വംശപാരമ്പര്യമായത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ
ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സദൃശത്തിലും ഉണ്ടാക്കി, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിച്ചു. അവർക്ക് ആദം എന്ന് പേരിട്ടു. രണ്ടാം വാക്യമാണ്, അവർക്ക് ആദം എന്ന് പേരിട്ടു. അപ്പം ആദം എന്ന് പറഞ്ഞാൽ അവരാണ്, ബഹുവചനമാണ്. സ്തോത്രം. അവർക്ക് ആദം എന്ന് പേരിട്ടു. ഈ അവർക്ക് ആദം എന്ന് പേരിട്ടു എന്നുള്ള അടിവരയിട്ട് പഠിക്കുക. സ്തോത്രം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 2:7 പഠിക്കുമ്പോൾ, അനന്തരം കർത്താവായ ദൈവം സ്തോത്രം ഇങ്ങനെ പറയുന്നു, ദൈവം നിലത്തിലെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് മനുഷ്യൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അപ്പോൾ ദൈവം പൊടി കൊണ്ടുണ്ടാക്കിയത് ആരെയാണ്? മനുഷ്യനെയാണ്. സ്തോത്രം. ആ മനുഷ്യന്റെ സമൂഹത്തെ ദൈവം എന്ത് വിളിച്ചു? ആദം എന്ന് വിളിച്ചു. സ്തോത്രം. അപ്പം മനുഷ്യനാണ് പാപം ചെയ്തത്. ഹല്ലേലൂയ. അപ്പം മനുഷ്യൻ പാപം ചെയ്തതിന് ശേഷം ഉണ്ടായ സമൂഹമാണ് ഒന്നാമത്തെ ആദം. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ ആദം എന്ന മനുഷ്യ സമൂഹം ഏദേനിൽ വെച്ച് എന്ത് ചെയ്തു? സ്തോത്രം. ദൈവത്തെ തള്ളിപ്പറഞ്ഞാണ് മരണം സ്വീകരിച്ചത്. ആമേൻ. സ്തോത്രം. ഫോർ എക്സാമ്പിൾ പറഞ്ഞു തരാം. സ്തോത്രം. അബ്രം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അബ്രഹാം എന്ന് പറഞ്ഞാൽ ബഹുജാതികളുടെ പ്രതിനിധിയാണ്. സ്തോത്രം. ബഹുജാതികൾക്ക് പിതാവ്. ഹല്ലേലൂയ. അബ്രഹാം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി എന്ന് സംബോധന ചെയ്താൽ നമുക്ക് വ്യക്തി എന്ന് വേണമെങ്കിൽ സംബോധന ചെയ്യാം, അല്ലെങ്കിൽ വ്യക്തികളുടെ ഒരു സമൂഹമാണ് അബ്രഹാം. യാക്കോബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. സ്തോത്രം. ആ വ്യക്തി എന്ന പേരിൽ വേണമെങ്കിൽ എന്നെ സംബോധന ചെയ്യാം. ആ യാക്കോബിന്റെ പേര് ദൈവം എന്ത് ചെയ്തു? ഇസ്രായേൽ എന്നിട്ടു. യാക്കോബ് എന്ന് പറഞ്ഞ വ്യക്തിയെ ദൈവം ഇസ്രായേൽ എന്ന് പേരിട്ടു. ഇസ്രായേൽ എന്ന വ്യക്തി ഒരു വ്യക്തിയാണ്, പക്ഷേ ഇസ്രായേൽ എന്നൊരു വ്യക്തി ഒരു വ്യക്തി സമൂഹമാണ്. ഇതേപോലെ സ്തോത്രം, ആദ്യം മനുഷ്യനെ ദൈവം ആദം എന്ന് പേരിട്ടു. ആദം എന്ന് പറയുന്ന ഒരു വ്യക്തി സമൂഹമാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന, ശരീരത്തിൽ ജീവിച്ചിരിക്കുന്ന, മരിച്ചുപോയ, കർത്താവിൻ്റെ വരവ് താമസിക്കുന്ന, ഇനി ജനിക്കാനുള്ള ജനസമുദ്രമാണ് ആദം. സ്തോത്രം. ഈ ആദം എന്ന വ്യക്തിത്വം എന്ത് ചെയ്തു? അവൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് മരണം സംഭവിച്ചു. ദൈവത്തിൽ നിന്ന് വേർവിട്ടു. ദൈവത്തെ തള്ളിപ്പറഞ്ഞെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പേരിനെ ഉപേക്ഷിച്ചു. ദൈവത്തിൻ്റെ പേരിനെ ഉപേക്ഷിച്ച് മരണം സമ്പാദിച്ചതുകൊണ്ട് ദൈവം ആദമിന് നിയമം വെച്ചു, അതേ ദൈവത്തെ നീ ഏറ്റുപറഞ്ഞ് രക്ഷയിലേക്ക് കടക്കുക, ജീവങ്കിലേക്ക് കടക്കുക. അവൻ ഏതേനിൽ വെച്ച് ആ ദൈവത്തെ തള്ളിപ്പറഞ്ഞ്, ദൈവത്തിൻ്റെ പേര് തള്ളിപ്പറഞ്ഞ് അവനാൽ ഭൂമി ശപിക്കപ്പെട്ടപ്പോൾ ആ ഭൂമിയുടെ മോചനം വരേണ്ടതിന് ദൈവത്തിൻ്റെ പേരിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുവാനുള്ള കാരണം എന്താണ്? ഇതാണ് നമ്മൾ പറഞ്ഞത്. ഏതേനിൽ വെച്ച് സ്തോത്രം, മനുഷ്യവർഗത്തിന്റെ പ്രതിനിധിയാകുന്ന ആദ്യ മനുഷ്യൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേരിനെ ഉപേക്ഷിച്ച് മരണം സ്വീകരിച്ചതുകൊണ്ട് അതേ മനുഷ്യവർഗത്തിനും ദൈവം നിയമം വെച്ചോ, അതേ ദൈവത്തിൻ്റെ പേരിനെ ഏറ്റുപറഞ്ഞ് നീ വീണ്ടും ജനിക്കുക. ഹല്ലേലൂയ. വീണ്ടും ജന്നത്തിലേക്ക് സ്റ്റെപ്പ് വെക്കുക. സർവശക്തൻ, സ്തോത്രം, എത്ര വലിയവൻ. അപ്പം ദൈവത്തിൻ്റെ പേരിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ്. അത് ദൈവത്തിന് വേണ്ടിയാണ് ദൈവം ചെയ്യുന്നത്. അത് നമുക്ക് അനുകൂലമായി തീരണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വഴികളിൽ യാത്ര ചെയ്യണം. നാം ദൈവത്തിൻ്റെ വഴികളിൽ യാത്ര ചെയ്യാതെ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് അനുകൂലമാകില്ല. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽക്കാലം കർത്താവിനെ അനുഗമിക്കുന്നെന്ന് പറയുകയും സ്തോത്രം, കർത്താവിനെ അനുഗമിച്ചിട്ട് ദൈവഹിതപ്രകാരമുള്ള ഒരു ദൈവീയ അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയാതെ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നീ ഭാരപ്പെടുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക, ഇന്ന് പൽക്കാലം യേശു കർത്താവ് നിന്നോട് സംസാരിക്കുകയാണ്. നീ മടങ്ങി വരിക. എവിടേക്ക്? യേശു ക്രിസ്തുവിലേക്ക്, അപ്പോസ്തോലിക ഉപദേശത്തിലേക്ക് നീ മടങ്ങി വരിക. നീ അപ്പോസ്തോലിക ഉപദേശത്തിൽ മടങ്ങി വരാതിരിക്കുന്നിടത്തോളം കാലം ദൈവത്തിൻ്റെ പ്രവൃത്തി നിനക്ക് അനുകൂലമാകില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി നിനക്ക് അനുകൂലമല്ല എങ്കിൽ, സ്തോത്രം, നീ ഉദ്ദേശിക്കുന്നതായ സന്തോഷം പുറമേ നോക്കുമ്പോൾ നിനക്ക് പണമുണ്ട്, നിനക്ക് വീടുണ്ട്, മാതാപിതാക്കളുണ്ട്, ജീവിത സാഹചര്യങ്ങളുണ്ട്, എല്ലാ ചുറ്റുപാടുകളുണ്ട്, അസമാധാനത്തിന് ഒരു കാരണവുമില്ല. സ്തോത്രം. നിനക്ക് രോഗമില്ല, നീ ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ ഉടമസ്ഥനാണ്. സ്തോത്രം. പക്ഷേ നിന്റെ ഉള്ളിനുള്ളിൽ
സമാധാനം വരുന്നില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നിനക്കൊരു സമാധാനത്തിൻ്റെ പൂർണ്ണത വരുന്നില്ല. നീ ദൈവവചനം കേൾക്കുന്നു, യേശുവിൻ്റെ പേര് ഉച്ചരിക്കുന്നു, യേശുവിൻ്റെ പേര് നീ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ നിന്റെ ഉള്ളിൽ അവൻ ദൈവഹിതപ്രകാരവും നീ ആഗ്രഹിക്കുന്ന തലത്തിലുള്ള ഒരു സമാധാനത്തിൻ്റെ പൂർണ്ണത എത്തിച്ചേരുന്നില്ല എങ്കിൽ ഓർത്തുകൊള്ളണം, നിന്റെ യാത്രയിൽ ദൈവ പൈതലേ, താങ്കളുടെ യാത്രയിൽ എവിടെയോ പ്രശ്നങ്ങളുണ്ട്. സ്തോത്രം. ദൈവം പ്രവർത്തിക്കുന്ന എപ്പോഴും ദൈവത്തിൻ്റെ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ദൈവഹിതപ്രകാരമുള്ളൊരു യാത്രയാണ് നമ്മളുടെതെങ്കിൽ മാത്രമേ നീ ദൈവ പൈതലെ താങ്കൾ ഉദ്ദേശിക്കുന്നതായ ഒരു ആത്മീയ സ്തോത്രം, ഒരു സമ്പന്നത താങ്കളുടെ ഹൃദയത്തിൽ നിനക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കാൻ പറ്റുകയുള്ളൂ. ആ ആത്മീയ സമ്പന്നത അനുഭവിക്കാൻ കഴിയാതെ എൻ്റെ വാക്ക് താങ്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നിട്ട് മുട്ടുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, സ്തോത്രം, ഞാൻ നിന്നെ തന്നെ നോക്കിയിട്ട് ഇനി യാതൊരു കുറവും വരുന്നില്ല, കാണുന്നില്ല, പക്ഷേ എൻ്റെ ഹൃദയം ഞാൻ ശോധന കഴിച്ചിട്ട് എനിക്ക് ദൈവഹിതപ്രകാര സമ്പൂർണതയിലേക്ക് വരാൻ കഴിയുന്നില്ല, എൻ്റെ ജീവിതത്തിൽ ദൈവിക സമ്പന്നതയിലേക്ക് വരാൻ കഴിയുന്നില്ല, എന്തോ ഒരു ശൂന്യാവസ്ഥ എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു, എന്തോ ഒരു കുറവ് എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു. എവിടെയാണ് ഞാൻ ക്രമീകരിക്കേണ്ടത്? ഞാൻ തിരുവെഴുത്തിൽ അറിയേണ്ടതുപോലെ എല്ലാം അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കേണ്ടതുപോലെ തിരുവെഴുത്ത് മനസ്സിലാക്കിയിട്ടുണ്ടോ? എവിടെയെങ്കിലും കർത്താവെ, അങ്ങയുടെ തിരുവെഴുത്ത് ആഴക്കടലാണ്, എനിക്ക് എവിടെയെങ്കിലും തിരുവെഴുത്ത് തിരിച്ചറിയാതെ പോയിരിക്കുന്നെങ്കിൽ എന്നെ മറച്ചു വച്ചിരിക്കുന്ന തലത്തിൽ നിന്ന് പിശാചിനെ മാറ്റിക്കളഞ്ഞിട്ട് എനിക്ക് അങ്ങയുടെ തിരുവെഴുത്തിൻ്റെ സത്യങ്ങളെ പൊരുൾ തിരിച്ചു തരണമേ. ഞാൻ കർത്താവിൻ്റെ ആ സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സമ്പൂർണതയുടെ പൂർണ്ണതയിലേക്ക് എനിക്ക് കടന്നു വരേണ്ടത് ആവശ്യമാകുന്നു. അതുകൊണ്ട് കർത്താവെ, അങ്ങയുടെ പ്രവൃത്തി എനിക്ക് അനുകൂലമായി തീരേണ്ടതിന്, അങ്ങയുടെ പ്രവൃത്തി അങ്ങയ്ക്ക് അനുകൂലമായി അങ്ങയ്ക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കുന്നല്ലോ, ആ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ അത് അനുഭവ സമ്പത്ത്, അനുഗ്രഹത്തിൻ്റെ സമ്പത്തായി തീരേണ്ടതിന് കർത്താവെ, ഞാൻ അങ്ങിലേക്ക് എൻ്റെ ഹൃദയം ഒരുക്കുന്നു. സ്തോത്രം. ഞാൻ ഏകാഗ്രതയോട് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എന്നെ മറഞ്ഞു പോകരുതേ, എന്നെ തള്ളിക്കളയരുതേ, എന്നെ കടന്നു പോകരുതേ, എൻ്റെ അപേക്ഷ കേൾക്കാതിരിക്കരുതേ എന്ന് വ്യർത്ഥമായി പ്രാർത്ഥിച്ചതുപോലെ ദൈവവൈദ്യരെ ഇന്ന് പൽക്കാലം നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിന്നെ സ്തോത്രം, ഒരു വിശാലത അമ്മയിലേക്ക്, നീ ആഗ്രഹിക്കുന്ന വിശാലതയിലേക്ക്, നീ ആഗ്രഹിക്കുന്ന സമ്പൽ സമൃദ്ധിയുടെ, ആത്മാവിൻ്റെ സമ്പൽ സമൃദ്ധിയുടെ പൂർണ്ണതയിലേക്ക് എത്തിത്തീർത്തു തരുവാൻ സർവശക്തനായ ദൈവമായ നസറനായ യേശു മതിയായ കർത്താവാകുന്നത് കൊണ്ട് അവൻ നമുക്കും നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും വേണ്ടി കുരിശിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തിൻ്റെ മഹത്വത്തിൻ്റെ വലതുവശത്ത് ഇരിക്കുന്നത് കൊണ്ട് അവങ്കിലേക്ക് സ്തോത്രം നോക്കിയാട്ടെ. തിരുവെഴുത്തിൽ 34 സങ്കീർത്തനം 5-ാം വാക്യം പറഞ്ഞു, അവങ്കിലേക്ക് നോക്കിയ പ്രകാശത്തിനായി അവരുടെ മുഖമോ സ്തോത്രം ലജ്ജിച്ചു പോകില്ല, എല്ലാമേ പ്രകാശമായി തീരും. സ്തോത്രം. കർത്താവിലേക്ക് നോക്കുന്നവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകില്ല. ഇന്ന് പൽക്കാലം മുഖം ലജ്ജിപ്പിക്കാത്തൊരു ദൈവം കർത്താവിലേക്ക് ആവശ്യം സംബന്ധിച്ച് സ്തോത്രം കരമുയർത്തി പ്രാർത്ഥിച്ചാലും സ്തോത്രം തന്നെ മറികടന്നു പോവാത്തൊരു ദൈവം നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ മുഖം ലജ്ജിച്ചു പോകാതെ നമ്മുടെ മുഖം പ്രകാശപൂർണമാക്കി തീർക്കുവാൻ യേശു ക്രിസ്തുവിന്റെ പ്രകാശം നമ്മുടെ മുഖത്തേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടതിന് എളിയ ജനമായി സ്തോത്രം ആത്മാവിൽ ദരിദ്രമുള്ളവനായിട്ട് സർവശക്തങ്കിലേക്ക് നോക്കിയാട്ടെ. തിരുവെടുത്ത് പറയുന്നു, ആത്മാവിൽ ദരിദ്രമുള്ളവൻ ഭാഗ്യവാൻ, സ്വർഗരാജ്യം അങ്ങനെയുള്ളവർക്ക്. അപ്പൊ സ്തോത്രം, ആത്മാവിൽ ദരിദ്രമുള്ളവനായിട്ട് സ്തോത്രം. കർത്താവേ, ഞാൻ പ്രാപിക്കേണ്ടതുപോലെ ഇന്നും ഒന്നും പ്രാപിച്ചിട്ടില്ല, നേടേണ്ടതുപോലെ ഒന്നും നേടിയില്ല. എൻ്റെ സഹോദരനായ പൗലോസ് പറയുന്നു, ഞാൻ വിശ്വാസം കാത്തു ഓട്ടം തികച്ചു, അത് പറയുവാൻ തക്കവണ്ണം ഞാൻ പ്രാപ്തനായിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ശൂന്യത എൻ്റെ ഹൃദയത്തിലുണ്ട്. പുറമേ നോക്കുമ്പോൾ എനിക്ക് ഒരു ശൂന്യതയില്ല എന്ന് തോന്നുന്നുവെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ആരായുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് എന്തോ ഒരു കുറവ് കിടക്കുന്നു. അതുകൊണ്ട് കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ നിങ്കിലേക്ക് നോക്കുന്നു, എൻ്റെ മുഖം ലജ്ജിച്ചു പോകരുതേ. എളിയവനായ അടിയൻ അപേക്ഷിക്കുന്നു, എൻ്റെ പ്രാർത്ഥന മറുപടി തരണമേ എന്നുള്ള പ്രാർത്ഥനയോട് ദൈവ പൈതലേ, നീ കർത്താവിങ്കിലേക്ക് നോക്കുന്നെങ്കിൽ തന്നിലേക്ക്
തന്നിലേക്ക് നോക്കുന്ന, തന്നിൽ ആശ്രയിക്കുന്ന ഒരുവനെയും ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. മാത്രമല്ല തിരുവെഴുത്ത് പറഞ്ഞു, ആമേ, സ്വാതന്ത്ര്യത്തിനായി ഇച്ഛിക്കുന്നവനെ ഞാൻ അതിലാക്കും. ഇന്ന് പൽക്കാലം ആ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ആ സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായ ഒരിക്കലും നമ്മുടെ കർത്താവ് നമ്മളെ ഉപേക്ഷിക്കുന്നവനല്ല. തിരുവനന്തപുരത്ത് ഇങ്ങനെ കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ പേരിൽ എന്താണ് പിതാവിൻ്റെ പേര്? നമുക്ക് നോക്കാം. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം തന്നെ, സ്തോത്രം, അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 17-ാം അധ്യായത്തിൽ 4 ദൈവം തന്നെ പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ പറയുകയാണ്, പിതാവിൻ്റെ പേര് ഇന്നതാണെന്ന്. സ്തോത്രം. ഒരിക്കലും എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണമേ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു കള്ളം നമ്മളെ പഠിപ്പിക്കത്തില്ലല്ലോ. ഒരു പേരിന് വേണ്ടി ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കത്തില്ലല്ലോ. സ്തോത്രം. ലോകത്തിൽ മനുഷ്യരെല്ലാം ചെയ്യുന്നത് പോലെ ഒരു പേരിന് വേണ്ടി സ്തോത്രം അവൻ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കത്തില്ലല്ലോ. അവൻ്റെ ലക്ഷ്യം, സ്തോത്രം, പിതാവിൻ്റെ പേരിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എൻ്റെ പിതാവിൻ്റെ പേര് ചെയ്യുന്നത് കൊണ്ട്, പിതാവിൻ്റെ പേരിൽ ഞാൻ ചെയ്യുന്നത് കൊണ്ട് ആ പേര് തന്നെ എന്നെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? സാക്ഷ്യം പറയുന്നു. ഇന്നും നമ്മളുടെ പ്രവർത്തികൾ പിതാവിൻ്റെ പേരിലാകണം ആണ് ചെയ്യുന്നത് നമുക്ക് ഉറപ്പ് വന്നാൽ മാത്രമേ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ലക്ഷ്യപൂർണ്ണമാകത്തുള്ളൂ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും എൻ്റെ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ പരിശുദ്ധ പിതാവിൻ്റെ പേര് അറിയത്തില്ല എങ്കിൽ, സ്തോത്രം, നിങ്ങൾക്ക് ആ പൂർണ്ണതയിൽ എത്തിച്ചേരാൻ കഴിയത്തില്ല. ദൈവം ആഗ്രഹിക്കുന്ന തോതിൽ ആ പൂർണ്ണതയിൽ എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ പിതാവിൻ്റെ പേര് ഇന്നതാണെന്ന് യേശു ക്രിസ്തുവിലൂടെ അറിയണം. കാരണം ദൈവത്തെ വെളിപ്പെടുത്തി തരുവാനാണ് ഈ ഭൂമിയിൽ മനുഷ്യനായി ദൈവം തീർന്നത്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടത് ഒരു ലക്ഷ്യത്തിന് വേണ്ടി. എന്താണ്? ദൈവത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നസറനായ യേശു മുഖാന്തരം അല്ലാതെ നമുക്ക് ദൈവത്തെ വെളിപ്പെട്ട് കിട്ടുകയില്ല. ദൈവം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയം തുറന്നല്ലാതെ, പരിശുദ്ധ പിതാവ് നമ്മുടെ ഹൃദയം തുറന്നല്ലാതെ നമുക്ക് ദൈവത്തെ വെളിപ്പെട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, സ്തോത്രം, ആമേൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലും 11-ാം വാക്യത്തിലും 12-ാം വാക്യത്തിലും 26-ാം വാക്യത്തിലും കർത്താവ് തന്നെ പഠിപ്പിക്കുന്നുണ്ട്, പിതാവിൻ്റെ പേര് ഇന്നതാണെന്ന്. സ്തോത്രം. നമുക്ക് വായിക്കാം. അതിൻ്റെ 6-ലേക്ക് പിന്നെ പോകാം. 11-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. സ്തോത്രം. 1-ാം വാക്യം വായിക്കുമ്പോൾ പ്രിയരെ, കർത്താവ്, സ്തോത്രം, ഇത് സംസാരിച്ചിട്ട് 15-ും 16-ും അധ്യായത്തിലെ ചില കാര്യങ്ങൾ ശിഷ്യന്മാരോട് പഠിപ്പിച്ചിട്ട് പറയുകയാണ്. ഇത് സംസാരിച്ചിട്ട് സ്വർഗത്തിൽ നോക്കി പറഞ്ഞു തന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. അപ്പം ദൈവത്തിൻ്റെ പുത്രനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് സ്തോത്രം കർത്താവിൻ്റെ ഇപ്പോഴത്തെ പ്രാർത്ഥന. സ്തോത്രം. കർത്താവിൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്. സ്തോത്രം. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു തന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. എന്തിനാണുള്ള നാഴിക? നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. അതിൽ വേറൊരു സീക്രട്ടാണ്. ഞാൻ വേറെ ദിവസം പറയാം. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അപ്പം കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി പറയുകയാണ്, നമ്മുടെ സ്ഥാനാധിപതിയായ, നമ്മുടെ സ്ഥാനം വഹിച്ച കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി പറയുകയാണ്, പിതാവേ. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലൊരു പിതാവ് ഉണ്ടെന്നല്ലേ നമുക്ക് ചിന്തിക്കാൻ കഴിയത്തുള്ളൂ. ഈ ഇവിടെ വായിക്കുമ്പോൾ സ്വർഗത്തിലൊരു പിതാവ്, ഭൂമിയിൽ സ്തോത്രം, പുത്രൻ. ഇപ്പൊ ഇനി 11-ാം വാക്യം വായിച്ചോ, അതെന്തായാലും നമുക്ക് മനസ്സിലാവും. സ്തോത്രം. എത്ര പേരുണ്ടെന്ന്. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ. അവർ ആരാ? ഈ ശിഷ്യന്മാർ. അവിടെ അവർ എന്ന് വിളിച്ചിരിക്കുന്ന ശിഷ്യന്മാർ നമ്മെ പോലൊന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ പേരിൽ അവരെ കാത്തുകൊള്ളണം. വളരെ ശ്രദ്ധിച്ചു നോക്കിക്കോണേ. സ്തോത്രം. അങ്ങനെ തന്നെയാണോ? നിങ്ങളും ദൈവവചനം തുറന്നു വേണം ഈ വാക്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾ കൂടെ ചിന്തിക്കുവാൻ. സ്തോത്രം. അതിൻ്റെ 2-ാം പിരിവ്, പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന്. ശിഷ്യന്മാർ
നമ്മെ പോലെ ഒന്നായിത്തീരണം. കർത്താവായ യേശു പറയുകയാണ്, പിതാവേ ഞാനും നീയും ഒന്നാണ്. രണ്ടു പേരെന്നല്ല പറഞ്ഞത്, ഒരാളാണ്. സ്തോത്രം. സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പിതാവിനോട് പറയുകയാണ്, പരിശുദ്ധ പിതാവേ സ്തോത്രം, ഞാനും നീയും ആരാണ്? ഒരു വ്യക്തിയാണ്. രണ്ട് വ്യക്തി എന്നല്ല പറഞ്ഞത്, ഒരു വ്യക്തിയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ പേരിൽ അവരെ കാത്തുകൊള്ളണം. സ്തോത്രം. അതിൻ്റെ ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ സ്തോത്രം, ഇവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന്. പ്രത്യേകിച്ച് നിങ്ങൾ നോക്കിക്കേ, അവിടെ എഴുതിയിരിക്കുന്നത് ശിഷ്യന്മാരാന്ന് അവർ എന്ന് പറയുന്നത്. അവർ, അതായത് ശിഷ്യന്മാർ നമ്മെ പോലെ ഒന്നായി തീരണം. സ്തോത്രം. അപ്പം നമ്മൾ ആരാകുന്നു? ഒന്ന്. സ്വർഗത്തിലിരിക്കുന്ന നീയും ഭൂമിയിലിരിക്കുന്ന ഞാനും ആരാണ്? രണ്ട് വ്യക്തിയല്ല, ഒരു വ്യക്തിയാണ്. സ്തോത്രം. എന്നിട്ട് അത് എങ്ങനെയാ തെളിയിക്കുന്നത്? സ്തോത്രം, നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ പേരിൽ. ഹല്ലേലൂയ. അപ്പം പരിശുദ്ധ പിതാവിന്റെ പേരിലാണ് പുത്രനെ അയച്ചിരിക്കുന്നത്. മറിയത്തിന് ദൈവം ഹെബ്രയേൽ ദൂതൻ കൊടുത്ത മുഖാന്തരം കൊടുത്ത ദർശനപ്രകാരവും യോസഫിന് സ്തോത്രം കൊടുത്ത ദർശനപ്രകാരവും സ്വപ്നപ്രകാരവും, ഒന്ന് ദർശനം, മറ്റൊന്ന് സ്വപ്നം. സ്തോത്രം. മറിയത്തിന് ലഭിച്ചത് ദർശനവും, യോസഫിന് ലഭിച്ചത് സ്വപ്നവും. സ്തോത്രം. മറിയത്തോട് ദൂതൻ പറഞ്ഞു, ആമീൻ, സ്തോത്രം, നീ മറിയെ ഭയപ്പെടണ്ട, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുന്ന, ഞാൻ യേശു എന്ന് പേരിടണം. യോസഫിനോട് പറഞ്ഞു, ദാവീദിന്റെ മകനായ യോസഫെ, നിന്റെ മറിയം ചേർത്ത് കൊള്ളുവാൻ നീ ശങ്കിക്കണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നു, ഒരു മകനെ പ്രസവിക്കും, നീ അവൻ യേശു എന്ന് പേരിടണം. ഈ രണ്ട് സാക്ഷ്യം വഴി, സ്തോത്രം, ഒന്ന് ലൂക്കോസിന്റെ സുവിശേഷം 1:30 രണ്ട് മത്തായിയുടെ സുവിശേഷം 1:26. ഈ രണ്ട് സാക്ഷിമൊഴി അനുസരിച്ച് പ്രസവിച്ച കുഞ്ഞിന് അവർ യേശു എന്ന് പേരിട്ടു. ഇവിടെ ശ്രദ്ധിക്കണം, പ്രസവിച്ച കുഞ്ഞിനെ, സ്തോത്രം, ഉദരത്തിൽ ഉള്ള കുഞ്ഞിനെയല്ല. ഉദരത്തിൽ ആരാണ് ഗർഭം ധരിച്ചത്? വചനമാണ് ഗർഭം ധരിച്ചത്. സ്തോത്രം. യോഹന്നാൻ 1 പഠിപ്പിക്കുന്നു, വചനമാണ് ഗർഭം ധരിച്ചത്. ലൂക്കോസ് സുവിശേഷം 1 പഠിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവ് ശരീരത്തിൽ വെളിപ്പെട്ടതാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവ് ശരീരത്തിൽ വെളിപ്പെട്ടതിനെയാണ് യേശുവിന്റെ ജനനം എന്ന് പറയുന്നത്. സ്തോത്രം. അവളുടെ ഗർഭപാത്രത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിഴലിട്ടതാണ്, ദൈവശക്തി നിഴലിട്ടതാണ്. പരിശുദ്ധാത്മാവ് ജഡത്തിൽ വെളിപ്പെട്ടതാണ്. ആമേൻ. സ്തോത്രൻ. പുത്രൻ എന്നുള്ളത്. ഹല്ലേലൂയ. അപ്പം ഈ പരിശുദ്ധാത്മാവ് ജഡത്തിൽ വെളിപ്പെട്ടതും, അവൻ വചനം ജഡമായ. അപ്പൊ ആരാണ് പരിശുദ്ധാത്മാവ്? വചനമാണ്. വചനം ആരാകുന്നു? പരിശുദ്ധാത്മാവാകുന്നു. സ്തോത്രം. ഇത് രണ്ടും ഒന്നാണ്. അപ്പൊ ഈ വചനം ജഡമായി തീർന്ന കുഞ്ഞിനെ, സ്തോത്രം, പ്രസവിച്ച കുഞ്ഞിന് യേശു എന്ന് പേരിട്ട. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസവിച്ചതിന് ശേഷം യേശു എന്ന് പേരിടുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ്. ആ വിഷയം ഞാൻ എടുക്കാൻ സമയമില്ലാത്തതിന് ഞാൻ കടന്നു പോകട്ടെ. അപ്പം പ്രസവിച്ച കുഞ്ഞിന് എന്ത് പേരിട്ടു? യേശു എന്ന് പേരിട്ടു. ഈ പേരിന്റെ ഉടമസ്ഥൻ പറയുകയാണ്, ഈ പേര് എൻ്റെ പേരല്ല, പരിശുദ്ധ പിതാവേ, നിന്റെ പേരാണ്. യേശുപ്പൻ കള്ളം പഠിപ്പിക്കത്തില്ലല്ലോ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ പിതാവേ സ്തോത്രം, ശിഷ്യന്മാർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ പേരിൽ അവരെ കാത്തുകൊള്ളണം. നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ പേരിൽ. 12 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, സ്തോത്രം, അവരോടുകൂടി ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരുന്ന നിന്റെ പേരിൽ കാത്തുകൊണ്ടിരുന്നു. 26 വാക്യം, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ പേര് അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. 6 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, സ്തോത്രം, നീ ലോകത്തിൽ എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ പേര് വെളിപ്പെടുത്തിയിരിക്കുന്നു, അവർ നിനക്കുള്ളവരായിരുന്നു. സ്തോത്രം, നീ അവരെ എനിക്ക് തന്നു. അങ്ങനെയെങ്കിൽ സ്തോത്രം, ഈ ഭൂമിയിലായിരുന്നപ്പോൾ, അല്ലെങ്കിൽ തേജസ്വീകരണം സംഭവിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാർക്ക് പിതാവ് തൻ്റെ പേര് വെളിപ്പെടുത്തിയിരുന്നു. സ്തോത്രം. ശിഷ്യന്മാർക്ക് കർത്താവാകുന്ന ദൈവം തൻ്റെ പേര് ഏത് പേരാണെന്ന്, അതാരുടെ പേരാണെന്ന് പഠിപ്പിച്ചിരുന്നു. പിതാവിൻ്റെ പേര് പഠിപ്പിച്ചിരുന്നു.
സ്തോത്രം. ഇനി പരിശുദ്ധാത്മാവിന്റെ പേരും സ്തോത്രം യോഹന്നാൻ സുവിശേഷം 14 പറയുന്നു, എങ്കിലും പിതാവ് എൻ്റെ പേരിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ. അപ്പം നിങ്ങൾ നോക്കിയേ, പിതാവിൻ്റെ പേര് കൊടുത്ത് പുത്രനെ അയച്ചു, പുത്രൻ്റെ പേരിൽ പരിശുദ്ധാത്മാവിനെ അയച്ചു. പിതാവിൻ്റെ പേര് യേശു എന്നാകുന്നു എന്ന് പുത്രന് കൊടുത്തതുള്ളത് നമുക്കറിയാം. പുത്രന് കൊടുത്തിരിക്കുന്ന പേരെന്താണ്? യേശു എന്ന പേര്. മറിയു യോസഫോട് എന്ത് പേരിട്ടു? യേശു എന്ന് പേരിട്ടു. ആരുടെ ഇഷ്ടപ്രകാരം? ദൈവത്തിന് ഇഷ്ടപ്രകാരം, ദൂതന്റെ കൽപ്പന പ്രകാരം, ഗബ്രിയേൽ ദൂതന്റെ കൽപ്പന പ്രകാരം അവർ സ്തോത്രം ജനിച്ച കുഞ്ഞിന് യേശു എന്ന് പേരിട്ടു. അപ്പോൾ യേശു എന്ന ഉടമസ്ഥൻ പറയാണ് ഈ പേര് പിതാവിൻ്റെതാണെങ്കിൽ. ഈ കർത്താവ് കള്ളം പഠിപ്പിക്കത്തില്ലല്ലോ. അപ്പം പിതാവിൻ്റെ പേര് യേശു. അപ്പം ഈ ഭൂമിയിലിരുന്നു കൊണ്ട് അവൻ യേശു എന്ന പേരിലാണ് കർത്താവ് തൻ്റെ പ്രവർത്തികൾ ചെയ്തിരുന്നത്. സ്തോത്രം. എങ്ങനെയാണ് നമ്മൾ ലൂക്കോസ് സുവിശേഷം വായിച്ചത്? യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ വായിച്ചത് ഇങ്ങനെ, 25-ാം വാക്യം, ആമേൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ പേരിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന നസറനായ യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അവൻ താൻ ചെയ്ത എല്ലാ പ്രവൃത്തികളും പിതാവിൻ്റെ പേരിലാണ് ചെയ്തത്. യേശു എന്ന പേരിലാ ചെയ്തത്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ ചെയ്തത്? പിതാവിൻ്റെ പേര് ഭൂമിയിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന്. ഹല്ലേലൂയ. ഇന്നും എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, പിതാവിൻ്റെ പേര് യേശു എന്നാണ്. സ്തോത്രം. അപ്പം യേശു എന്ന പേര് ഭൂമിയിൽ വിശുദ്ധീകരിക്കപ്പെടണം. അതിനുവേണ്ടിയാണ് ദൈവം ഈ ഭൂമിയിൽ നമ്മളെ ആക്കി വച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്? സ്തോത്രം. യേശു എന്ന പേര് പുത്രന് കൊടുത്തു. പുത്രന് സ്തോത്രം, പുത്രൻ പറയുന്നു പിതാവിൻ്റെ പേര് യേശു എന്നാകുന്നു. ഇനി യോഹന്നാൻ സുവിശേഷം 14:26 പറയുന്നു, എങ്കിലും പിതാവ് എൻ്റെ പേരിൽ അയപ്പാനുള്ള പരിശുദ്ധം. എങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ പെന്തക്കോസ്ത് നാളിൽ അയച്ചത് യേശു എന്ന പേരിലാണ്. അപ്പം പിതാവിൻ്റെ പേര് യേശു, പുത്രൻ്റെ പേര് യേശു, പരിശുദ്ധാത്മാവിനെ അയച്ചത് പെന്തക്കോസ്തിൽ യേശുവിന്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ പേര് യേശു. അങ്ങനെയെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം എന്ന് പറഞ്ഞാൽ എന്താണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേര്, ആ പേര് യേശു എന്നാകുന്നു എന്ന് പുത്രനായ യേശു നമ്മെ പഠിപ്പിച്ചിരിക്കെ, പ്രിയരെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേരായ നസറനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പോസ്തലന്മാർ സ്നാനപ്പെടുത്തിയത് അപ്പോസ്തലന്മാർക്ക് വെളിവുകേട് വന്നിട്ടല്ല, അപ്പോസ്തലന്മാർക്ക് വെളിപ്പാടുള്ളത് കൊണ്ടാണ്. കർത്താവ് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത എന്തിനാണ് ഈ പേരുള്ള സ്നാനം വരുത്തുന്നത്? സ്വർഗത്തിലെന്ന പോലെ ഭൂമിയിലും മനുഷ്യരിൽ, സ്തോത്രം, ആദം മുഖാന്തരം ദൈവത്തിൻ്റെ പേര് അശുദ്ധമായതുകൊണ്ട് ഈ ആദമിൽ തന്നെ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ പേര് വിശുദ്ധീകരിക്കപ്പെടണം. എന്നാൽ മാത്രമേ ഈ ഭൂമിയുടെ ശാപം അഴിയത്തുള്ളൂ. അപ്പം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിങ്ങളുടെ ജീവിതത്തിൽ ആ പൂർണ്ണതയിൽ എത്തിച്ചേരണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമം ധരിക്കപ്പെടണം. നിങ്ങളുടെ ജീവനിൽ യേശു ക്രിസ്തുവിൻ്റെ നാമം ധരിക്കപ്പെടണം. നിങ്ങളുടെ ശരീരത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമം ധരിക്കപ്പെടണം. ഹൃദയം എന്ന് പറഞ്ഞാൽ ആത്മാവ്. ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമം ധരിക്കപ്പെടണം. നിങ്ങളുടെ ജീവനിൽ യേശു ക്രിസ്തുവിൻ്റെ നാമം ധരിക്കപ്പെടണം. നിങ്ങളുടെ ശരീരത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമം ധരിക്കപ്പെടണം. എന്നാൽ മാത്രമേ നിങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടൂ. ഈ ദൈവത്തിൻ്റെ പേര് വിശുദ്ധീകരിക്കപ്പെടൂ. ദൈവത്തിൻ്റെ പേര് വിശുദ്ധീകരിക്കപ്പെട്ടാൽ മാത്രമേ ദൈവഹിതം ഭൂമിയിൽ വെളിപ്പെടുകയുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുകയാണ്. സ്തോത്രം. ഈ ഭൂമിയിൽ നസറനായ യേശു ചെയ്ത പ്രവൃത്തിയെല്ലാം പിതാവിൻ്റെ പേരിലാണ്. അതുകൊണ്ട് ആ പ്രവൃത്തി അവൻ്റെ പ്രവൃത്തികളെ സാക്ഷ്യം പറയുന്നു. നമ്മളെക്കുറിച്ചും ദൈവത്തിൻ്റെ പേരിൽ നമ്മൾ അപ്പോസ്തോലിക ഉപദേശപ്രകാരം പ്രവർത്തിക്കുന്നെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേര് നസറനായ യേശു ക്രിസ്തു ആകുന്നത് കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ രക്ഷ, നമ്മുടെ സ്നാനം, നമ്മുടെ വിശുദ്ധ ജീവിതം, നമ്മുടെ വിശുദ്ധ ദൈവത്തിന് വേണ്ടിയുള്ള പ്രവൃത്തികൾ, ഹല്ലേലൂയ, നമ്മുടെ വേർപാട്, നമ്മുടെ കർത്താവിൻ്റെ മേശ പ്രാർത്ഥന, ഇതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകുന്നെങ്കിൽ മാത്രമേ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ സർവ്വസമ്പൂർണതയുടെയും സമ്പന്നതയിലേക്ക് നമുക്ക് യാത്ര ചെയ്ത് പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ കഴിയത്തുള്ളൂ. നസറനായ യേശുവിൽ നമ്മുടെ പ്രതിനിധിയിൽ ആ പൂർണ്ണത നമ്മൾ കണ്ടു. വിശ്വാസം പൂർത്തി വരുത്തിയ യേശുവിൽ അതിൻ്റെ സമ്പൂർണ്ണത കണ്ടു. നമ്മുടെ പൗലോസ് സഹോദരൻ പറയുകയാണ്, ഞാൻ വിശ്വാസം കാത്തു, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ ഓട്ടം തികച്ചു, ഇനി നീതിയുടെ കിരീടം
എനിക്കായി കാത്തിരിക്കുന്നു. ഞാൻ ഇപ്പോഴേ പാനീയബലിയാകുവാൻ സ്തോത്രം ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസം എന്ന സ്തോത്രം യാഗത്തിന്മേൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാൽ ഞാൻ അതിൽ സമ്പന്ന. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ വണ്ണം ആ ദൈവിക സമ്പൂർണതയുടെ സമ്പത്ത് നമ്മളിൽ വരുവാൻ അപ്പോസ്തലന്മാർ അത് വന്നു. സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മുമ്പിൽ വിശ്വാസ ജീവിതം നയിച്ചു പോയ വിശുദ്ധന്മാരിൽ അത് വന്നു. നമ്മളിൽ ആ സമ്പന്നത വരണമെങ്കിൽ നാം പിതാവിൻ്റെ പേരിൽ ചെയ്ത പ്രവൃത്തി, പിതാവിൻ്റെ പേരിൽ പ്രവൃത്തി ചെയ്ത് തികച്ചാൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അതിനായിട്ട് സർവശക്തൻ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ശൂന്യത യേശുക്രിസ്തുവിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. യേശുക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ.